ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണിലേക്ക് സ്വാഗതം. അവതാറിൻ്റെ അടുത്ത ഭാഗം വരാൻ പോവാണ്, അവതാർ 3. അതിൻ്റെ പേര് അവതാർ ദ ഏഷ്യൻ ഫയർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൺസെപ്റ്റ് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞ ഇടത്തിലത്തെ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ. അതിൽ KS രവികുമാറിൻ്റെ പോസ്റ്റർ വന്നിരിക്കുകയാണ് ഓൺ ബോർഡ്. അതിൻ്റെ ആളുടെ പേര് പരശുരാം എന്നുള്ളതെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇന്ദുമതി എന്ന് പറഞ്ഞ ആളുടെ പേര് ചിത്ര എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. മറിയം ജോർജിൻ്റെ പേര് ധനപാൽ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മട്ട എന്ന് പറഞ്ഞ ഇടത്തിൻ്റെ 4 days to go പോസ്റ്റർ വന്നിരുന്നു ഇന്നലെ. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അതിൻ്റെ ഒരു പ്രീ റിലീസ് ഇവൻ്റ് എന്തായാലും നടന്നിട്ടുണ്ടായിരുന്നു വിശാഖയിൽ വെച്ചിട്ട്. പിന്നെ NBK 109 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഗ്ലിംസ് പുറത്തിറങ്ങിയായിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ അതിൻ്റെ ടീസർ ഈ ദിവാലിക്ക് വരും എന്ന് പറഞ്ഞത് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ടീസറിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് തമൻ. പിന്നെ ഇത് മൂവി എന്ന് പറഞ്ഞിട്ടുള്ള ഉപേന്ദ്രയുടെ പടത്തിൻ്റെ 40 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞിട്ടുള്ള മലയാള പടം November 22 റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. സണ്ണിവൈനും ലുക്മാനൊക്കെ മെയിൻ കഥാപാത്രം എഴുതുന്ന പടമാണ്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. ഒരു നല്ല ടീച്ചറായിട്ടാണ് തോന്നിയത്. അത് 24 മണിക്കൂറിനുള്ളിൽ 70 million+ വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാർവൽ സ്റ്റുഡിയോസിൻ്റെ വരാൻ പോണ പടമാണ് അത്. ആ പടം February 14 റിലീസ് ആവുക. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ മുഫാസ ദ ലയൺ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള പടം December 20 പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള നസ്രിയും ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന പടം. അവിടത്തിൻ്റെ പ്രൊമോ സോങ് വരും എന്ന് പറഞ്ഞതും വന്നിട്ടുണ്ട്. ദുരൂഹ മന്ദഹാസമേ എന്നാണ് പ്രൊമോ സോങ്ങിൻ്റെ പേര്. ഒരു നല്ല പടമായിട്ട് തന്നെയാണ് തോന്നിയത്. ക്രിസ്റ്റോസ് ഏവറാണ് ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ മെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ പടത്തിലത്തെ ടീസർ വരാൻ പോവുകയാണ്. അത് 12 എന്ന് വെച്ചാൽ നാളെ രാവിലെ 11 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ November 15 വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഗ്ലിംസ് ഓൺ November 15 എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതിൽ രശ്മികാന്ത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഒരു 4-5 പോസ്റ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ധനുഷിനെ നാഗാർജുനെ ഒക്കെ ആയിട്ട് കാണിക്കണ്ടായിരിക്കാം. പിന്നെ എൽറ്റെമ്പുരാൻ്റെ ഫൈനൽ സ്റ്റേജിലാന്നുള്ളത് അറിയിച്ചുകൊണ്ട് പൃഥ്വിരാജ് ഒരു ഫോട്ടോ പങ്കുവെച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ അമരൻ എന്ന് പറഞ്ഞവിടെ 200 കോടി നേടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പോൾ ഒരു അൺഒഫീഷ്യലായിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് 200 crores ഹയസ്റ്റ് ഗ്രോസർ ഫോർ ശിവകാർത്തികേയൻ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ശിവകാർത്തികേയൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നടന്ന പടമായി മാറിയിട്ടുണ്ട്. പിന്നെ സെല്ലാർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഡോൺലി ഓക്കെ എന്നുള്ള രീതി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സെല്ലാർ പാർട്ട് 2 എന്ന് എഴുതിയിട്ടുള്ളതാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സെല്ലാർ 2-ൽ ആൾ വരും എന്നുള്ളത്. പക്ഷേ സെല്ലാർ 2-ൽ ആൾ വരുന്നില്ല എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും സ്പിരിറ്റ് എന്ന് പറഞ്ഞ പടത്തിലാണ് ആളുള്ളതെന്നാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ സന്ദീപ് റെഡ്ഡി വാങ്കെടുക്കുന്ന പടത്തിൽ പ്രഭാസിൻ്റെ വില്ലനായിട്ടോ അല്ലെങ്കിൽ പ്രഭാസിനൊപ്പമായിട്ടോ ഡോൺലി ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ എൽറ്റെമ്പുരാനിലും ഉണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അത് എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. March 27 തന്നെ ആ പടത്തിൻ്റെ റിലീസ്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ തെലുങ്കിലുള്ള ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ റിലീസ് ട്രെയിലർ ഇന്നലെ 7 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 7 മണിക്ക് വന്നിട്ടുണ്ടല്ല. പിന്നെ അവർ പോസ്റ്റ്പോൺ ചെയ്തു 9 മണിക്കാണ് വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 9 മണിക്ക് വന്നിട്ടുണ്ട്. ആ പോസ്റ്ററിലാണ് ഇവർ 4 days to go പോസ്റ്റർ കാണിച്ചിട്ടുള്ളത്. ഇതിൽ 2 കാര്യം കാണിച്ചിട്ടുണ്ട്. കങ്കുവ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനും ഫ്രാൻസിസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനും അതേമാതിരി തന്നെയാണ് ട്രെയിലറിലും കാണിച്ചിട്ടുള്ളത്. രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള രീതിയിലാണ് സ്ക്രീൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ട്രെയിലർ നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ 2 ക്യാരക്ടറും ഒരേ മ്യൂസിക് മാതിരിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു മാച്ചിങ് പോലെ തോന്നിയില്ല. പിന്നെ പടത്തിൻ്റെ ഈ ട്രെയിലറിൻ്റെ ഒരു ഇവൻ്റൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അതിൽ സൂര്യയും ബോബിഡികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക ട്രെയിലറിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൽ ഐറ്റം ഡാൻസിനായിട്ട് ശ്രീലീല വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ മുന്നേ കിട്ടിയൊരു നല്ല അർജുനും ആളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് ഓൺ ബോർഡ് ആയിട്ടുള്ള പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ദ ഡാൻസിങ് ക്യൂൺ എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ പാട്ടിൻ്റെ പേര് കിസിക് എന്നായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിൻ്റെ പ്രൊമോഷൻ ഇവൻ്റെ ഭാഗമായിട്ട് ഇവർ പട്ന, കൊൽക്കത്ത, ചെന്നൈ, കൊച്ചി, ബാംഗ്ലൂരു, മുംബൈ, ഹൈദരാബാദ് ഇത്ര സ്ഥലത്താണ് പോകുന്നത്. തുടങ്ങുന്നത് ഈ ഓർഡറിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. മിക്കവാറും ലുലുമാണായിരിക്കാനാണ് ചാൻസ്. പിന്നെ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ അനൗൺസ്മെൻറ്റ് ഒന്നും ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. എപ്പോഴാണ് വരിക എന്നുള്ള അറിയില്ല, നോക്കിയാൽ എന്തായാലും. പിന്നെ മമ്മൂട്ടി മഹേഷ് നാരായണൻ പടത്തിൽ ജാഗോബിനും ഉണ്ട്. പിന്നെ കൂടാതെ ഫഹദ് ഫാസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പകരം ആസിഫ് അലി എന്നുള്ളതൊക്കെ കേട്ടായിരുന്നു. പക്ഷേ ആസിഫ് അലി അല്ല. അപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഡേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫഹദ് ഫാസിലിനായിരിക്കും ജോയിൻ ചെയ്യുക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് December 6 തുടങ്ങും എന്നുള്ളതാണ് കേട്ടിരുന്നത്. പക്ഷേ November 15 സ്റ്റാർട്ട് ആവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ശ്രീലങ്കയിൽ വെച്ചിട്ട്. അത് മോഹൻലാലിൻ്റെ പോർഷൻസ് ആണ്. മോഹൻലാൽ November 15 ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞാൽ മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലായിരിക്കും അഭിനയിക്കുക. അത് January ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നത്. ഈ 2025 സത്യനന്ദിക്കാതെ എടുക്കുന്ന പടത്തിൽ. പിന്നെ SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ SS രാജമൗലി എടുക്കുന്ന പടത്തിൻ്റെ ബഡ്ജറ്റ് 1000 to 1300 കോടിയുടെ അടുത്താണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ഈ ഹോളിവുഡിലുള്ള ആക്ടേഴ്സും അതേമാതിരി ടെക്നീഷ്യൻസും ഒക്കെ ഈ പടത്തിൽ വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് നല്ല ഹൈ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വരുന്ന പടത്തായിരിക്കും. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ ദുൽഖറിൻ്റെ പടത്തിൻ്റെ കേരളത്തിലത്തെ കളക്ഷൻ 15 ദിവസം കൊണ്ട് 16.70 കോടിയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. 5ാം സ്ഥാനത്താണ്. തെലുങ്കിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം എന്ന് പറയുന്നത് ബാഹുബലി 2 ആണ് 73 കോടി. 2ാം സ്ഥാനത്ത് കൽക്കി 2898 AD 31 കോടിയായിട്ട്. 3ാം സ്ഥാനത്ത് RRR ആണ് 25.5 കോടിയായിട്ട്. 4ാം സ്ഥാനത്ത് സെല്ലാറാണ് 16.75 കോടിയായിട്ട്.
5ാം സ്ഥാനത്ത് പോയി പറഞ്ഞാൽ ലക്കി ഭാസ്കറാണ് 16.70 കോടിയായിട്ട്. എന്തായാലും ഈ ലിസ്റ്റിൽ 3 പ്രഭാസിന്റെ പേരിലാണ്. പിന്നെ പടം 10 ദിവസം കൊണ്ട് 88.7 കോടി നേടി എന്നുള്ളതാണ് ഒഫീഷ്യലായി അറിയിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടാണ് അങ്ങനെ ചാടിയിട്ടുള്ളത്. ഇതിന് മുന്നേ 77 സംതിങ് ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ 3 കോടിയൊക്കെ വെച്ചിട്ടായിരുന്നു ഡെയിലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു, അപ്പോൾ അതിൻ്റെയും കൂട്ടിയിട്ട് അത്യാവശ്യം കൂടിയിട്ടുണ്ടാവും. എന്തായാലും ഒഫീഷ്യലായി വന്നിട്ടുണ്ട്. 11 ദിവസം കൊണ്ട് 96.8 കോടിയാണ് നേടിയിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും 100 കോടി അടിക്കുന്ന ദുൽഖറിന്റെ പടം തന്നെ ഇത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.